പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിൽ സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്നത് കിൻവയാണ്. കിൻവ ഡെഫിനറ്റായിട്ടും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമുക്ക് കഞ്ഞിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഉപ്മയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ആ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഗ്രീൻ വെജിറ്റബിൾസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സോ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ആണ്, മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ഒന്ന് ബേസൻ അല്ലെങ്കിൽ കടലമാവാണ് ആവശ്യം. അനദർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോഴ്സ് കിൻവയാണ്. ഇത് രണ്ടും കൂടി ഒരു മിക്സർ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തേക്കുക. ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് പേസ്റ്റാക്കി വെച്ചേക്കുക. എന്നിട്ട് വെജിറ്റബിൾസ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സോട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് ആഡ് ചെയ്യുക. ഇനഫ് സോൾട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കുന്ന മാവില്ലേ, അതേപോലെ ഇതുപോലെ പാകത്തിന് പരുവത്തിന് കൊഴുക്കട്ടയുടെ മാവ് പോലെ ഉണ്ടാക്കിയെടുത്തേക്കുക. ഇനിയൊന്നുമില്ല, ഒരു വാഴയിലയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സ്വാദും ടേസ്റ്റും സ്മെല്ലും ഒക്കെ വേറെ ലെവലാണ്. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ കൊഴുക്കട്ട ചെയ്തെടുക്കുന്നത് പോലെയും ചെയ്തെടുക്കാം. ഒത്തിരി ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ ഫുഡിൽ കുറച്ച് നാളികേരമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയിൽ എല്ലാവർക്കും കൊടുക്കുമ്പോൾ കുറച്ച് നാളികേരമൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. വെയിറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ നാളികേരം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബട്ട് സ്റ്റിൽ അത് ഭയങ്കര ടേസ്റ്റാണ്. സോ ഡെഫിനറ്റായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലൊരു ഭക്ഷണമാണ് കിൻവ, ആൻഡ് അത് അത്രയും ന്യൂട്രീഷൻ റിച്ചുമാണ്. സോ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സോ താങ്ക് യു, ലവ് യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.